ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഗിവിങ് ട്രീ എന്ന ചാപ്റ്ററാണ്. കൂട്ടുകാർക്ക് മരങ്ങളെ ഇഷ്ടമാണോ? മരങ്ങൾ നമുക്ക് എന്തെല്ലാം നൽകുന്നു? നല്ല തണൽ നൽകുന്നു, ഫ്രൂട്ട്സ് നൽകുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ് നമുക്ക് മരങ്ങളിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? നമുക്ക് ചാപ്റ്റർ വായിക്കാം. ഹിയർ ഇസ് എ പിക്ചർ സ്റ്റോറി അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബോയ് ആൻഡ് എ ട്രീ. ഇവിടെ നമുക്ക് ഒരു പിക്ചർ സ്റ്റോറി, ഒരു ചിത്രകഥയാണുള്ളത്. ഒരു ആൺകുട്ടിയും ഒരു മരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറിയാണ്. റീഡ് ആൻഡ് അപ്രീഷിയേറ്റ് ദ സ്റ്റോറി. ദ ഗിവിങ് ട്രീ. വൺസ് ദർ വാസ് എ ട്രീ. ദർ വാസ് എ ലിറ്റിൽ ബോയ് ടു. ഒരു സ്ഥലത്ത് ഒരിക്കലൊരു മരവും ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. എവറി ഡേ ദ ബോയ് വുഡ് കം ടു ദ ട്രീ. എല്ലാ ദിവസവും അവൻ ആ മരത്തിൻ്റെ അടുത്തേക്ക് വരും. ദ ട്രീ വാസ് ഹിസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ആ മരമായിരുന്നു അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ഹി വുഡ് ഗ്യാദർ ഹെർ ലീവ്സ്. അവൻ ആ മരത്തിൻ്റെ ഇലകളെല്ലാം പെറുക്കിയെടുക്കുമായിരുന്നു. ആൻഡ് മേക്ക് ദം ഇൻ ടു ക്രൗൺസ്. എന്നിട്ട് കിരീടം ഉണ്ടാക്കുമായിരുന്നു. ആൻഡ് പ്ലേ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. എന്നിട്ട് കാട്ടിലെ രാജാവ് കളിക്കുമായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ് മനസ്സിലായല്ലോ. നമുക്ക് തേർഡിലേക്ക് പോകാം. തേർഡ് പാരഗ്രാഫ് നോക്കാം. ഹി വുഡ് ക്ലൈംബ് അപ്പ് ഹെർ ട്രങ്ക്. അവൻ അവളുടെ കൊമ്പിലൊക്കെ കയറി കളിക്കും. സ്വിങ് ഫ്രം ഹെർ ബ്രാഞ്ചസ്, പ്ലക്ക് ഹെർ ഫ്രൂട്ട്സ് ആൻഡ് ഈറ്റ് ദം. മരത്തിൻ്റെ കൊമ്പിൽ ഊഞ്ഞാലാടും, പിന്നെ ഫ്രൂട്ട്സ് പറിച്ച് കഴിക്കും. ഫോർത്ത് പാരഗ്രാഫ് നോക്കാം. ദേ വുഡ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. അവർ ഒളിച്ചു കളിക്കുമായിരുന്നു. വെൻ ഹി വാസ് ടയേർഡ് ഹി വുഡ് സ്ലീപ്പ് ഇൻ ഹെർ ഷെയ്ഡ്. അവന് ക്ഷീണം തോന്നുമ്പോൾ അവളുടെ തണലിൽ കിടന്ന് ഉറങ്ങും. ഫിഫ്ത്ത് പാരഗ്രാഫ് നോക്കാം. ദ ബോയ് ലവ്ഡ് ദ ട്രീ വെരി മച്ച്. ദ ട്രീ വാസ് വെരി ഹാപ്പി. ആ കുട്ടി മരത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ മരം വളരെ സന്തോഷവതിയായിരുന്നു. സിക്സ്ത് പാരഗ്രാഫ്. ടൈം വെൻറ്റ് ബൈ. ദ ബോയ് ഗ്രൂ അപ്പ്. ദ ട്രീ വാസ് ഓഫൺ എലോൺ. ആ ബോയ് വളർന്നു വലുതായി. അതുകൊണ്ട് തന്നെ അവൻ കളിക്കാൻ മരത്തിൻ്റെ അടുത്തേക്കൊന്നും വരുന്നില്ല. അപ്പം മരം ഒറ്റപ്പെട്ടു പോയി. സെവൻത് പാരഗ്രാഫ് നോക്കാം. വൺ ഡേ ഹി കെയിം ബാക്ക് ടു ദ ട്രീ. കം ഡിയർ, ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക് ആൻഡ് സ്വിങ് ഫ്രം മൈ ബ്രാഞ്ചസ്, ഈറ്റ് മൈ ഫ്രൂട്ട്സ് ആൻഡ് പ്ലേ ഇൻ മൈ ഷെയ്ഡ്, ദ ട്രീ ടോൾഡ് ഹിം. അങ്ങനെ ഒരു ദിവസം അവൻ മരത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. മരം വളരെ സ്നേഹത്തോടെ അവനെ വിളിച്ചു. വരൂ ഡിയർ, എൻ്റെ കൊമ്പിൽ കയറി ഊഞ്ഞാലാടിക്കോ, എൻ്റെ ഫ്രൂട്ട്സ് പറിച്ച് കഴിക്കുകയും എൻ്റെ ഷെയ്ഡിൽ കളിക്കുകയും ചെയ്യാം, വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു. ഐ ആം ടു ബിഗ് ടു ക്ലൈംബ് ആൻഡ് പ്ലേ. അപ്പോൾ അവൻ പറയാണ്, ഞാൻ ഒരുപാട് വളർന്നു പോയി, ഇനി എനിക്ക് മരത്തിൽ കയറി കളിക്കാനൊന്നും പറ്റില്ല. ഐ വാണ്ട് ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ. എനിക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വേണം കളിക്കാൻ. ക്യാൻ യു ഗിവ് മീ സം മണി? എനിക്ക് കുറച്ച് പൈസ തരാൻ പറ്റുമോ നിനക്ക്? ദ ബോയ് ആസ്ക്ഡ്. ആ കുട്ടി ചോദിച്ചു. നമുക്ക് 9th പാരഗ്രാഫ് നോക്കാം. ഐ ആം സോറി, ഐ ഹാവ് നോ മണി. സോറി, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ. ഐ ഹാവ് ഓൺലി ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എൻ്റെ കയ്യിൽ ഇലയും ഫ്രൂട്ട്സും പഴങ്ങളും മാത്രമേ ഉള്ളൂ. ടേക്ക് മൈ ഫ്രൂട്ട്സ് ആൻഡ് സെൽ ദം ഇൻ ദ സിറ്റി. എൻ്റെ ഫ്രൂട്ട്സ് എടുത്ത് കൊണ്ടുപോയിട്ട് സിറ്റിയിൽ കൊണ്ടുപോയി വിറ്റോ, എന്നാൽ നിനക്ക് കാശ് കിട്ടും, സെഡ് ദ ട്രീ. മരം പറഞ്ഞു. ഹി ക്ലൈംഡ് അപ്പ്, ഗ്യാതേർഡ് ഹെർ ഫ്രൂട്ട്സ് ആൻഡ് ക്യാരിഡ് ദം എവേ. എന്നിട്ട് അവൻ മരത്തിൽ കയറി ഫ്രൂട്ട്സ് പറിച്ച് അത് ദൂരേക്ക് കൊണ്ടുപോയി. ദ ട്രീ വാസ് ഹാപ്പി. മരത്തിന് വളരെയധികം സന്തോഷമായി. 10th പാരഗ്രാഫ് നോക്കാം. വൺ ഡേ ദ ബോയ് ഹു ഹാഡ് നൗ ബിക്കം എ മാൻ റിട്ടേൺഡ് ആൻഡ് ദ ട്രീ ഷുക്ക് ഹെർ ലീവ്സ് വിത്ത് ജോയ്. കം ആൻഡ് പ്ലേ വിത്ത് മീ, ക്രൈഡ് ദ ട്രീ. ഒരു ദിവസം ഈ ബോയ് ഇപ്പോൾ വളർന്നു വലുതായി വലിയൊരാളായിട്ടുണ്ട്. അവൻ തിരിച്ചു വന്നു. അപ്പോൾ മരം സന്തോഷം കൊണ്ട് അവളുടെ ഇലകളൊക്കെ ഷേക്ക് ചെയ്തു. എന്നിട്ട് കം ആൻഡ് പ്ലേ വിത്ത് മീ എന്ന് പറഞ്ഞ് വിളിച്ചു. എൻ്റെ കൂടെ കളിക്കാൻ വാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വിളിച്ചു. 11th പാരഗ്രാഫ് നോക്കാം. ഐ ഡോണ്ട് ഹാവ് ടൈം ടു പ്ലേ. എനിക്കിപ്പോൾ കളിക്കാനൊന്നും സമയമില്ല. ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ഫാമിലി. എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് ജോലി ചെയ്യേണ്ടതുണ്ട്. വി നീഡ് എ ഹൗസ് ഫോർ ഷെൽട്ടർ. ഞങ്ങൾക്ക് ഒരു വീട് വേണം. ക്യാൻ യു ഹെൽപ്പ് മീ? അതിന് നിനക്ക് സഹായിക്കാൻ പറ്റുമോ? ട്രീയോട് ചോദിക്കുകയാണ്. 12th പാരഗ്രാഫ് നോക്കാം. ഐ ഹാവ് നോ ഹൗസ് ടു ഗിവ് യു. എൻ്റെ കയ്യിൽ വീടൊന്നുമില്ല നിനക്ക് തരാൻ. ദ ഫോറസ്റ്റ് ഈസ് മൈ ഹൗസ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കാടാണ്. യു മേ കട്ട് ഓഫ് മൈ ബ്രാഞ്ചസ് ആൻഡ് ബിൽഡ് എ ഹൗസ്. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൊമ്പുകളെല്ലാം മുറിച്ച് കൊണ്ടുപോയി വീടുണ്ടാക്കാം, സെഡ് ദ ട്രീ. ഹി കട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആൻഡ് ക്യാരിഡ് ദം എവേ. അങ്ങനെ അവൻ ആ മരത്തിൻ്റെ കൊമ്പുകളെല്ലാം കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി. ദ ട്രീ വാസ് ഹാപ്പി ടു ഹെൽപ്പ് ഹിം. അവനെ സഹായിക്കാൻ കഴിഞ്ഞതിലും മരത്തിന് വളരെയധികം സന്തോഷം തോന്നി. 13th പാരഗ്രാഫ് നോക്കാം. എഗെയിൻ ഹീ സ്റ്റേഡ് ഫോർ എ ലോങ് ടൈം. പിന്നെയും കുറേ കാലം കഴിഞ്ഞു. വെൻ ഹീ കെയിം ബാക്ക് ദ ട്രീ വാസ് സോ ഹാപ്പി. പിന്നെ അവൻ തിരിച്ചു വന്നപ്പോൾ ട്രീക്ക് വളരെയധികം സന്തോഷമായി. ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക്. അവൾക്ക് സംസാരിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കം ആൻഡ് പ്ലേ വിത്ത് മീ.
ദ ട്രീ വിസ്പേർഡ്. മരം വളരെ പതുക്കെ പറഞ്ഞു, എൻ്റെ കൂടെ കളിക്കാൻ വാ എന്ന്. 14th പാരഗ്രാഫ് നോക്കാം. ഐ എം ടു ഓൾഡ് ടു പ്ലേ. ഐ വാണ്ട് എ ബോട്ട് ദാറ്റ് വിൽ ടേക്ക് മീ ഫാർ അവേ ഫ്രം ഹിയർ. എനിക്കൊരുപാട് വയസ്സായി, ഇനിയിപ്പോൾ കളിക്കാനൊന്നും വയ്യ. ക്യാൻ യു ഗീവ് മീ എ ബോട്ട്? എനിക്കൊരു ബോട്ട് വേണം, നിനക്കത് തരാൻ പറ്റുമോ? ദ മാൻ ആസ്ക്ഡ്. അയാൾ ചോദിച്ചു. യൂസ് മൈ ട്രങ്ക് ടു ബിൽഡ് യുവർ ബോട്ട്. എൻ്റെ തടി ഉപയോഗിച്ച് നീ ബോട്ട് ഉണ്ടാക്കിക്കോ. യു ക്യാൻ സെയിൽ ഫാർ അവേ ആൻഡ് ബി ഹാപ്പി. നിനക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് തുഴഞ്ഞു പോയി സന്തോഷവാനായിട്ട് ഇരിക്കാൻ പറ്റും. 15th പാരഗ്രാഫ് നോക്കാം. സോ ദ മാൻ കട്ട് ഡൗൺ ദ ട്രങ്ക് ഓഫ് ദ ട്രീ ടു മേക്ക് എ ബോട്ട് ഫോർ ഹിം. അങ്ങനെ ആ മനുഷ്യൻ ആ മരത്തിൻ്റെ തടിയൊക്കെ മുറിച്ചു മാറ്റി എന്നിട്ട് ബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഹി വെൻറ്റ് സെയിലിംഗ് ആൻഡ് നെവർ ഷോഡ് അപ്പ് ഫോർ എ ലോങ് ടൈം. അങ്ങനെ അവൻ ബോട്ടുണ്ടാക്കി തുഴഞ്ഞു പോയി. പിന്നെ കുറേ കാലത്തേക്ക് അവനെ കാണാനേ ഇല്ലായിരുന്നു. ആഫ്റ്റർ എ ലോങ് ടൈം ഹി കെയിം ബാക്ക് അഗെയിൻ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം അവൻ തിരിച്ചു വന്നു. ഐ എം സോറി, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ടു ഗിവ് യു. എന്നോട് ക്ഷമിക്കണം, എൻ്റെ കയ്യിൽ നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല. മൈ ഫ്രൂട്ട്സ് ആർ ഗോൺ. എൻ്റെ പഴങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞു. ദ ട്രീ സെഡ് സാഡ്ലി. മരം വളരെ വിഷമത്തോടെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. മൈ ടീത്ത് ആർ ഓൾസോ വെരി വീക്ക്. എൻ്റെ പല്ലുകളും വളരെ വീക്കാണ്, തീരെ ശക്തിയില്ലാതെ ആയി മാറിയിട്ടുണ്ട്. സെഡ് ദ മാൻ. ആ മനുഷ്യൻ പറഞ്ഞു. 17th പാരഗ്രാഫ് നോക്കാം. ദർ ഇസ് നോ മോർ ട്രങ്ക് ഫോർ യു ടു ക്ലൈംബ് ഓൺ. ഇനി നിനക്ക് കയറി കളിക്കാൻ കൊമ്പുകളൊന്നുമില്ല. ദ ട്രീ സെഡ്. മരം പറഞ്ഞു. ഐ എം ടു ഓൾഡ് ടു ക്ലൈംബ്. ദ മാൻ റിപ്ലൈഡ്. എനിക്ക് കളിക്കാനൊന്നും, മരത്തിൽ കയറി കളിക്കാനൊന്നും ആവില്ല, എനിക്ക് ഒരുപാട് വയസ്സായി എന്ന് ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു. 18th പാരഗ്രാഫ് നോക്കാം. ഐ എം സോറി, ഐ വിഷ് ഐ കുഡ് ഗിവ് യു സംതിങ്. എനിക്ക് വളരെയധികം വിഷമമുണ്ട്, എന്തെങ്കിലുമൊക്കെ നിനക്ക് തരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ബട്ട് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്. പക്ഷേ എൻ്റെ കയ്യിലൊന്നുമില്ല. ഐ എം ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റംപ്. ഞാൻ വെറും ഒരു വയസ്സായ മരക്കുറ്റി മാത്രമാണ്. ദ ട്രീ വാസ് വെരി സാഡ്. മരത്തിന് വളരെയധികം വിഷമമായി. ഐ ഓൺലി നീഡ് എ ക്വയറ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ടേക്ക് സം റെസ്റ്റ്. ഐ എം വെരി ടയേർഡ്, സെഡ് ദ മാൻ. എനിക്ക് ആവശ്യം ഒന്നിരിക്കാൻ ശാന്തമായ സ്ഥലമാണ്, എനിക്ക് ഒന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. 19th പാരഗ്രാഫ് നോക്കാം. പ്ലീസ് കം സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. വരൂ, ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്യൂ. ദ മാൻ സാറ്റ് ഡൗൺ. അങ്ങനെ ആ മനുഷ്യൻ ആ കുറ്റിയുടെ മുകളിൽ ഇരുന്നു. ദ ട്രീ വാസ് ഹാപ്പി ആൻഡ് സ്മൈൽഡ് അഗെയിൻ. മരം വളരെ സന്തോഷത്തോടെ ചിരിച്ചു. ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട്. നെവർ ഫോർഗെറ്റ് ദോസ് ഹു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അസ്. നമ്മളെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നൊരു മെസ്സേജ് കൂടി സ്റ്റോറിയിലുണ്ട്. കൂട്ടുകാർക്ക് സ്റ്റോറി ഇഷ്ടമായോ? എന്നാൽ നമുക്ക് ഓഥറെക്കുറിച്ച് നോക്കിയാലോ. എബൌട്ട് ദ ഓഥർ. ഷെൽഡൻ അലൻ സിൽവർസ്റ്റീൻ, ഇതാണ് നമ്മുടെ ഓഥറിൻ്റെ പേര്. വാസ് എൻ അമേരിക്കൻ റൈറ്റർ, പോയറ്റ്, കാർട്ടൂണിസ്റ്റ്, സിംഗർ, സോങ് റൈറ്റർ, മ്യൂസിഷ്യൻ ആൻഡ് പ്ലേ റൈറ്റ്. നമ്മുടെ പോയറ്റ് ഒരു പോയറ്റ് മാത്രമല്ല, കാർട്ടൂണിസ്റ്റും പാട്ടുകാരനും പാട്ട് എഴുതുന്ന ആളും പിന്നെ നാടകകൃത്തും കൂടിയായിരുന്നു. ഹി റോട്ട് അണ്ടർ ദ പെൻ നെയിം അങ്കിൾ ഷെൽബി. അങ്കിൾ ഷെൽബി എന്ന പെൻ നെയിം വെച്ചിട്ടാണ് അദ്ദേഹം കഥകളൊക്കെ എഴുതിയിരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.